അസ്സലാമു അലൈക്കും. എൻ്റെ പേര് കുഞ്ഞയമ്മ കുളിപ്പുറം. ദുർബലരായ സ്ത്രീകളെയും കുട്ടികളുടെയും കാര്യത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ പീഡിപ്പിക്കപ്പെടുന്നവരോട് നാം യുദ്ധം ചെയ്യാൻ ബാധ്യസ്ഥരല്ലേ? വിശദീകരിക്കാമോ? ദുർബലരായ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല എന്ന പരിശുദ്ധ ഖുർആന്റെ ചോദ്യം അനുസരിച്ച് ഇന്ന് പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ യുദ്ധം ചെയ്യേണ്ടതല്ലേ എന്നാണ് ചോദ്യം. ഒറ്റവാക്കിലുള്ള ഉത്തരം അതേ, യുദ്ധം ചെയ്യേണ്ടതാണ് എന്ന് തന്നെയാണ്. പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസായിലെ 75-ാമത്തെ വചനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ചോദ്യം പലരും ഉന്നയിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിലൊരു വചനം, ആ വചനത്തിന് ഉപോത്ബലകമായ മതവിധി, ഇതെല്ലാം തന്നെ തീരുമാനിക്കുന്നത് ആ വചനം അവതരിപ്പിക്കപ്പെട്ട പശ്ചാത്തലവും അതിന് സമാനമായ പശ്ചാത്തലവുമെല്ലാം പരിഗണിച്ചുകൊണ്ടാണ്. ഖുർആൻ ഈ ചോദ്യം ചോദിക്കുന്നത് മദീനയിലുള്ള മുഅ്മിനുകളോടാണ്. മക്ക രാജ്യത്ത് 13 വർഷക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ട് ജീവിച്ചു. പീഡനങ്ങളും പ്രയാസങ്ങളും ആരോപണങ്ങളും എല്ലാം സഹിച്ചു. അവസാനം ആദർശമനുസരിച്ച് ജീവിക്കുവാൻ, ആദർശം പ്രബോധനം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി മദീനയിലേക്ക് ഹിജറ പോയി. മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ ഒരു ഭരണ സംവിധാനം ഉണ്ടായി. ആ സംവിധാനത്തെ തകർക്കാൻ വേണ്ടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ അർത്ഥത്തിലും തകർക്കാൻ വേണ്ടി മക്ക രാജ്യത്ത് നിന്നുള്ള പഴയ ശത്രുക്കൾ മദീനയെ ആക്രമിക്കാൻ സന്നദ്ധമായി. അങ്ങനെ ബദറും ഉഹുദും ഖന്തഖും എല്ലാം ഉണ്ടായി. ഇതോടൊപ്പം തന്നെ മക്കയിലുള്ള വിശ്വാസം അടിച്ചമർത്തിക്കൊണ്ട് വിശ്വാസം ഉള്ളിൽ വെച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവർ മുസ്ലിങ്ങൾ അല്ലാത്ത ഭർത്താക്കന്മാരുടെ സ്ത്രീകൾ, അതേപോലെ തന്നെ മുസ്ലിങ്ങളല്ലാത്ത മാതാപിതാക്കളുടെ മക്കൾ, ഹിജറ പോകാൻ കഴിയാത്ത മറ്റു പല സാഹചര്യങ്ങളാലും ഹിജറ പോകാൻ കഴിയാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ മക്ക രാജ്യത്തെ പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. മദീനയിലുള്ള മുഅ്മിനുകളോടാണ് പരിശുദ്ധ ഖുർആന്റെ ചോദ്യം. അവരെ വിമോചിപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ പോരാടേണ്ടതുണ്ട്. അതിനുള്ള സമയമായില്ലേ? തീർച്ചയായും മദീനയിലെ മുഅ്മിനുകൾ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. അവരതിനു വേണ്ടി പോരാടി. അവസാനം മക്ക രാജ്യം വിജയിച്ചു. മക്കം ഫത്ഹുണ്ടായി. ഫത്ഹു മക്ക, മക്ക വിജയം. അങ്ങനെ മക്കയും പരിസര പ്രദേശങ്ങളുമെല്ലാം ഇസ്ലാമിന് കീഴിലായി. മക്ക രാജ്യത്ത് പീഡനം സഹിച്ചുകൊണ്ട് അവരുടെ വിശ്വാസം ഉള്ളിലൊതുക്കി ജീവിക്കുവാൻ വിധിക്കപ്പെട്ടിരുന്ന സ്ത്രീകളും കുട്ടികളുമെല്ലാം മോചിതരായി. അവരെല്ലാവരും തന്നെ ഇസ്ലാം പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇത് ആ രൂപത്തിലുള്ള ആളുകൾക്ക് മുഴുവനും ബാധകമാണ്. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു വശത്ത് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാൻ കഴിയാത്ത രൂപത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ആ ആളുകൾക്ക് വേണ്ടി പരമാവധി പരിശ്രമിക്കേണ്ടത് ഇസ്ലാമിക സമൂഹത്തിലുള്ള, ഇസ്ലാമിക രാഷ്ട്രത്തിലുള്ള ആളുകളുടെ ബാധ്യതയാണ് എന്നാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. രാഷ്ട്രത്തിലുള്ള ആളുകൾ, ഇസ്ലാമിക രാഷ്ട്രം ആ സമയത്തുള്ള സാമൂഹികമായ അവസ്ഥകളെ പരിഗണിച്ചുകൊണ്ട് ഈ ഒരു രാജ്യത്തോട് യുദ്ധം ചെയ്തുകൊണ്ട് അത്തരം ആളുകളെ വിമോചിപ്പിക്കേണ്ടതുണ്ട് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തുള്ള ആളുകൾ മുഴുവനും യുദ്ധത്തിന് സന്നദ്ധമാകേണ്ടതാണ് എന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അതല്ലാതെ എവിടെയുമുള്ള എല്ലാവരും ആയുധമെടുത്ത് പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടി പോരാടണമെന്നല്ല. അങ്ങനെ പോരാടുക എന്നുള്ളൊരു ഏർപ്പാട് ഇസ്ലാമിലില്ല. ഇസ്ലാം പഠിപ്പിക്കുന്ന പോരാട്ടം ഇസ്ലാമിക രാഷ്ട്രം നിശ്ചയിച്ച നേതാവിന്റെ കീഴിലുള്ള പോരാട്ടമാണ്. ഖലീഫയില്ലാതെ, ഒരു ഭരണകൂടമില്ലാതെ, ഭരണകൂടത്തിന്റെ മുകളിലുള്ള ഖലീഫയില്ലാതെ, ആ ഖലീഫയുടെ നേതൃത്വത്തിലുള്ള പോരാട്ടമല്ലാത്ത മറ്റൊരു പോരാട്ടവും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഏതെങ്കിലും ഗറില്ലാ സംഘങ്ങൾ ഒരുമിച്ച് കൂടി താൻ തന്നെയാണ് ഖലീഫ, താൻ തന്നെയാണ് അമീർ, താൻ തന്നെയാണ് നേതാവ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അനുയായികളോട് ആർക്കെങ്കിലും എതിരെയുള്ള പോരാട്ടം പറഞ്ഞാൽ ആ പോരാട്ടത്തിന് ഇസ്ലാം പറയുന്ന പേര് കലാപം എന്നാണ്, ഫിത്ന എന്നാണ്. ഫിത്ന അപകടകരമാണ് എന്നും ഫിത്ന കൊലയേക്കാൾ വലിയ അപകടമാണ് എന്നുമെല്ലാം പഠിപ്പിച്ച ആദർശമാണ് ഇസ്ലാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിത്നയെ, കലാപത്തെ ഇസ്ലാം ഒരർത്ഥത്തിലും അംഗീകരിച്ചിട്ടില്ല. ഇസ്ലാം പഠിപ്പിച്ച പോരാട്ടം
ഇസ്ലാമിക രാഷ്ട്രത്തിന് കീഴിലുള്ള പോരാട്ടമാണ്. ആ ഇസ്ലാമിക രാഷ്ട്രം ആവശ്യപ്പെട്ടാൽ തീർച്ചയായും പോരാടേണ്ടത് ആ രാജ്യത്തിന്റെ കീഴിലുള്ള മുഴുവൻ മുഅ്മിനുകളുടെയും ഉത്തരവാദിത്തമാണ്. അതാണ് ഈ ആയത്ത് പറയുന്നത്. അതല്ലാതെ എവിടെയെങ്കിലും പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റെവിടെയെങ്കിലുമുള്ള ഈ ആളുകൾ നടത്തുന്ന കലാപത്തിനല്ല ഈ ആയത്ത് ആഹ്വാനം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക.